കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തരും, അതിങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും തന്നിട്ടുണ്ടാവുക. 2നേക്കാൾ കുറവാകുമ്പോൾ ഒരു വാല്യൂ, 2നേക്കാളും കൂടുതലാകുമ്പോൾ ഒരു വാല്യൂ എന്നൊക്കെ പറഞ്ഞു തരും. ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലുള്ള ആ കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺനോൺ ആ വാല്യൂ എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറയും. വളരെ ഈസി കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? അതിങ്ങനെ മുറിയാതെ ബ്രേക്ക് ചെയ്യാതെ പോകണം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചത്, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കുന്ന. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതിൻ്റെ ഡൊമൈനിൽ മൊത്തം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ 2നേക്കാൾ കുറവാകുമ്പോൾ എന്തായാലും എക്സ് സ്ക്വയർ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസാ. 2x+k പോളിനോമിയൽ തന്നെയാണ്, അതും കണ്ടിന്യൂസാ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക, ഇവിടെ തരുന്ന പോയിന്റ് ഏതാണോ, ആ നമ്പർ ഏതാണോ, ആ പോയിന്റിൽ എങ്ങനെയാണ് കണ്ടിന്യൂസ് ആണോ അല്ലേ എന്നുള്ളത് നോക്കും. കണ്ടിന്യൂസ് ആണ്, അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ 2ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം ആയിരിക്കും. ആരുടെ? ഫംഗ്ഷൻ്റെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 2 എഴുതുക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട് 2 - f(x), റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് 2 + f(x), ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിൻ്റെ വാല്യൂ 2 - എന്ന് പറഞ്ഞാൽ 2നേക്കാൾ കുറവ് എന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാ നോക്ക്, ഇത് 2 ആണെങ്കിൽ 2 - വാല്യൂസ് 2നേക്കാളും കുറവും 2 + വാല്യൂസ് 2നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2നേക്കാളും കുറവാണെങ്കിൽ ഫംഗ്ഷൻ x² ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എക്സിൻ്റെ വാല്യൂ എക്സ് ടെൻസ് ടു 2+, എന്ന് പറഞ്ഞാൽ 2നേക്കാളും കൂടുതലുള്ള വാല്യൂസ് ആയിരിക്കും എക്സിന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ്റെ വാല്യൂ 2x+k. ഇനി എന്ത് സിമ്പിളാ, നിങ്ങളിവിടെ ഡയറക്റ്റ് വാല്യൂസ് കൊടുത്തോ. എക്സിന് പകരം 2 കൊടുക്കൽ, 2 അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ 2² = 2. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 × x ഉള്ളിടത്ത് 2 കൊടുത്താൽ മതിയെ, വേറെ ഒന്നും ചെയ്യണ്ട. 4 ആണ് ഇവിടെ വരിക. ഈ 4 2 × 2 4 ഇങ്ങോട്ട് വരുമ്പോൾ 4 - 4 = k എന്ന് വരും. സോ ദ വാല്യൂ ഓഫ് k = 0. ഈസി. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, കണ്ടിന്യൂസ് ആകണമെങ്കിൽ കെയുടെ വാല്യൂ 0 ആയിരിക്കണം. ഗോട്ട് ഇറ്റ്? ഇനി ഇതേപോലെ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് കെയുടെ വാല്യൂ ആണ്